അസ്സലാമു അലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴ സീസൺ കഴിയാറായല്ലേ? ഇനിയും ആരെങ്കിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ കേട്ടോ. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം മാമ്പഴം നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാവേ. കുറച്ചധികം മാങ്ങ ഉള്ളത് കൊണ്ടും പിന്നെ ഇവിടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇച്ചിരി ചാറുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കൂടിയും ഞാൻ ഇച്ചിരി അധികം വെള്ളവും കൂടി ഒഴിച്ച് മാങ്ങ എല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുഴുവനായിട്ടും അരപ്പ് ചേർക്കുന്നില്ല. ഇത് വേവിച്ച് വെച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയിലേക്കാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അപ്പം മാങ്ങ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിലിട്ട് മാങ്ങ ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് കഴിയുമ്പോഴത്തേനും നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മാമ്പഴം ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഇപ്പം മാമ്പഴം ഒന്ന് നല്ലപോലെ വെന്ത് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേകാത്ത സൈഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഉരുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഇതിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാവേ. ശർക്കര ഇങ്ങനെ അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കരയിൽ പൊടിയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് അരിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര വെറുതെ ചീകിയിട്ടാലും മതി. ഇപ്പോൾ നെയ്യിലും ശർക്കരയിലും ഒക്കെ കിടന്ന് മാങ്ങ നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മാമ്പഴ പുളിശ്ശേരിയുടെ രുചി നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എരിവൊക്കെ ഉണ്ടെങ്കിൽ വേറെ മാങ്ങ തേങ്ങ അരച്ചൊക്കെ നമ്മൾ കറി വയ്ക്കുമല്ലോ, ആ ഒരു കറിയുടെ ടേസ്റ്റായിട്ട് പോവും. മാങ്ങയൊക്കെ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് ഉരുകി നല്ല ഒരു സ്മൂത്തായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മാങ്ങ എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങയിലേക്ക് മാത്രം നമ്മൾ അരച്ച അരപ്പ് ചേർത്താൽ മതി. നമ്മൾ എടുത്തു വെച്ച മാങ്ങ നമുക്ക് ഇതുപോലെ അരപ്പ് മാത്രം അരച്ച് ചേർത്താൽ മതിയേ. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് കുറച്ച് നല്ല പുളിയില്ലാത്ത കട്ട തൈരും കൂടി അടിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് നല്ലത്. ഇനി പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും ലൂസായിട്ട് നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി വേണ്ടെങ്കിൽ നല്ല കുറുക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ മാമ്പഴം വെക്കുമ്പോഴത്തേനും കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ അധികം മാങ്ങ വേവിക്കുന്നത് കൊണ്ടാണ് ഇച്ചിരി അധികം വെള്ളം ഒഴിച്ചതും. പിന്നെ ലൂസായിട്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടവും. ഇത് നമ്മൾ ഒരു ദിവസം വയ്ക്കുമ്പോഴത്തേനും പിന്നെയും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് ഒന്ന് ചൂടാക്കി അതും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടി ചേർക്കണേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.